ബലാത്സംഗ കേസിൽ റാപ്പർ വേടൻ പോലീസിന് മുന്നിൽ ഹാജരായി. വിശദമായ ചോദ്യം ചെയ്യലിന് ഇന്നും നാളെയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് വേടൻ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലെത്തിയത്. വേടനെ അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടണം എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. വിവാഹ വാഗ്ദാനം നൽകി യുവ ഡോക്ടറെ പീഡിപ്പിച്ചു എന്ന പരാതിയിൽ 9:30 കൂടിയായിരുന്നു തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളി ചോദ്യം ചെയ്യലിനായി ഹാജരായത്. 2021 മുതൽ 23 വരെയുള്ള കാലയളവിൽ ലഹരി നൽകി 6 തവണയായി പീഡിപ്പിച്ചു എന്നാണ് യുവതിയുടെ പരാതി. അതോടൊപ്പം തന്നെ സാമ്പത്തിക ഇടപാടുകളും ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു എന്നതാണ് പരാതി. ഇതേ തുടർന്നാണ് ഇന്നും നാളെയും റാപ്പർ വേടന് അന്വേഷണ സംഘത്തിന് മുന്നിൽ തൃക്കാക്കര SHOയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം എന്നൊരു കോടതി നിർദ്ദേശം വന്നത്. ഇതേ തുടർന്നാണ് വേടൻ ചോദ്യം ചെയ്യലിനായി ഇന്ന് ഹാജരായത്. ഈ കേസിൽ വേടന് ഹൈക്കോടതി നേരത്തെ മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വേടന്റെ അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞിരുന്നു. കേസ് പരിഗണിക്കുന്നതുവരെ വേടനെ അറസ്റ്റ് ചെയ്യരുത് എന്നൊരു കോടതി നിർദ്ദേശവും ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിക്ക് 2 യുവതികൾ സമാനമായ സംഭവം ചൂണ്ടിക്കാണിച്ച് പരാതി നൽകിയിരുന്നു. ഇതിൽ ഒരു കേസിൽ എറണാകുളം സെൻട്രൽ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. ഒരു യുവതിയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ കേസിൽ വേടൻ കോടതിയെ സമീപിച്ചിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കായിരുന്നു കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്നലെ റാപ്പർ വേടൻ ഒളിവിലായിരുന്നോ എന്നൊരു സംശയമൊക്കെ തന്നെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇന്നലെ പത്തനംതിട്ടയിൽ നടന്ന ഒരു പൊതു പരിപാടിയിൽ വേടൻ അതിനോട് പ്രതികരിക്കുകയും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഒരു കലാകാരൻ ജനങ്ങൾക്കിടയിൽ ജീവിച്ച് മരിക്കാനാണ് ആഗ്രഹിക്കുന്നത്, താനും അത്തരത്തിൽ ആണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു. ഇന്ന് ചോദ്യം ചെയ്യലിനായി ഹാജരായപ്പോഴേക്കും അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കും എന്നതായിരുന്നു വേടൻ്റെ ഒരു പ്രതികരണം. ചോദ്യം ചെയ്യൽ ഏകദേശം വൈകുന്നേരം വരെ 5 മണി വരെ നീളാനാണ് സാധ്യത. അതിനുശേഷം ചോദ്യം ചെയ്യലിന് ശേഷം വിശദമായ മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്ന് തന്നെയാണ് വേടൻ അറിയിച്ചിരിക്കുന്നത്.